ഇവിടെ ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയെ മറ്റൊരാളോടൊപ്പം കാണുകയാണ്. അവൾ ചോദിച്ചു, ഇതാരാണ്? അമ്മ പറഞ്ഞു, അവിടെ നിൽക്ക്, പറഞ്ഞുതരാം. അവൾ ചോദിച്ചു, നിങ്ങൾ അച്ഛനെ ചതിക്കുകയാണോ? അമ്മ അല്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. കാമുകനോട് ഇവിടെ നിൽക്ക്, പുറത്തേക്ക് വരേണ്ട എന്ന് പറയുകയാണ്. ആ സമയം തന്നെയാണ് അച്ഛൻ ജോലി കഴിഞ്ഞു വരുന്നത്. അവൻ പറഞ്ഞു, ഇതെന്തുപറ്റി? ഭാര്യയോട് ചോദിച്ചു, എന്താണ് ഇവളിങ്ങനെ കരയുന്നത്? ഒന്നുമില്ല, അവൾ ചോക്ലേറ്റ് ചോദിക്കുകയാണ്, ഞാൻ കൊടുത്തില്ല, അതുകൊണ്ടാണ്. മകൾ പറഞ്ഞു, അമ്മ കള്ളം പറയുകയാണ്. അവൻ പറഞ്ഞു, എന്നാൽ കാര്യമെന്താണെന്ന് നീ പറ. അവൾ പറയുകയാണ്, അമ്മ നിങ്ങളെ ചതിക്കുകയാണ്. അമ്മ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഭർത്താവ് പറഞ്ഞു, മിണ്ടാതെ നിൽക്ക് എന്ന്. ആ സമയം മകൾ പറയുകയാണ്, അമ്മയുടെ കൂടെ മറ്റൊരാളും ആ റൂമിലുണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു, ഇപ്പോൾ അയാൾ ഇവിടെയുണ്ടോ? അവൾ പറഞ്ഞു, അതേ ബെഡ്റൂമിലുണ്ട് എന്ന്. അമ്മ പറയുകയാണ്, അവൾ കള്ളം പറയുകയാണ്. അച്ഛൻ പറഞ്ഞു, ചെറിയ കുട്ടിയാണ്, ഇവർക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ പറഞ്ഞു, ഞാൻ പോയി നോക്കട്ടെ എന്ന്. അവിടെ ആരാ ഉള്ളത് എന്ന്. അങ്ങനെ അവനെയും പിടിച്ചു പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതാരാണെന്ന്. അവൾ പറഞ്ഞു, ഇതാരാണെന്ന് എനിക്കറിയില്ല. ആരാ? കള്ളനാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് പോലീസിനെ വിളിക്കൂ എന്ന്. അവൻ പറയുകയാണ്, കള്ളനോ? ഇവൾ ദിവസവും വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് വന്നത്. നിന്റെ ഭർത്താവ് നിന്നെ പിടിച്ചു എന്ന് കരുതി എന്നെ പോലീസിന് കൊടുക്കാൻ നോക്കുകയാണോ? നീയല്ലേ പറഞ്ഞത് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം. എന്നിട്ട് അവസാനം പോലീസിൽ എന്നെ പിടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ്. ഇവൾ ചതിയത്തിയാണ്. ഭർത്താവ് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന്. അവൻ പറഞ്ഞു, 1.5 വർഷമായി. അവൻ പറഞ്ഞു, ഇറങ്ങിപ്പോയ്ക്കോളാൻ. അവളോടും പറഞ്ഞു, പെട്ടെന്ന് ഇറങ്ങിപ്പോയ്ക്കോ. അവൾ കരയാൻ തുടങ്ങുകയാണ്. എനിക്ക് മാപ്പ് തരണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അവൻ പറഞ്ഞു, ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് നീ ചെയ്തത്. മകൾ പറഞ്ഞു, എനിക്ക് അമ്മയെ വേണം, അമ്മയെ പുറത്താക്കല്ലേ എന്ന്. അവൻ പറഞ്ഞു, മോളെ, അമ്മ ക്ഷമിക്കാൻ പറ്റുന്നതുപോലെയുള്ള തെറ്റല്ല ചെയ്തത്. അവൾ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. അമ്മ ഇവിടെ നിന്നോട്ടെ, എനിക്ക് അമ്മയെ വേണം എന്ന്. അങ്ങനെ അച്ഛൻ അവസാനം സമ്മതിക്കുകയാണ്. ഞാൻ നിന്നോട് ക്ഷമിച്ചെന്ന് കരുതണ്ട. ഇവൾക്ക് നിന്നെ കാണേണ്ടതുണ്ട്, മാത്രമാണ് നിന്നെ ഇവിടെ നിർത്തുന്നത്. ഇപ്പോൾ എന്റെ മുന്നിൽ നിന്ന് പോയിക്കോ എന്ന് പറയുകയാണ്. ഇവനെടുത്ത തീരുമാനം ശരിയാണോ? സബ്സ്ക്രൈബ് ചെയ്തു കമന്റ് ബോക്സിൽ പറയൂ.